ഉണ്ടാക്കുന്നത് ബിരിയാണിക്ക് ഒപ്പം കഴിക്കാനുള്ള പുതിനയില ചമ്മന്തിയാണ്. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ തിരുമ്മിയത് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചുവന്നുള്ളി ഒരെണ്ണം കുറച്ച് വലിയ സൈസ് എടുത്തിട്ടുണ്ട്. ഇത്രയും പുതിനയില എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് എടുത്തിട്ടുണ്ട്. നാരങ്ങാ നീരിന് പകരം നിങ്ങൾക്ക് വൈറ്റ് വിനെഗറും യൂസ് ചെയ്യാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരുന്ന പുതിനയില ഇട്ടിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിടുക, അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിടാം, പച്ചമുളക്, ഇത്രയും നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ പുതിനയില ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് വിനെഗറും യൂസ് ചെയ്യാം, പുളിക്കനുസരിച്ച് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ലൈം ജ്യൂസ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കൊണ്ട് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വാട്ടർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ചമ്മന്തി അരച്ചെടുത്ത് കഴിഞ്ഞു. ഈ ഒരു പാകത്തിന് തരിതരിപ്പായിട്ടല്ല, കുറച്ചും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ബിരിയാണി ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. ബിരിയാണിക്കൊപ്പം കഴിക്കാനുള്ള പുതിനയില ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.